നമ്മുടെ നാട്ടിൽ ന്യൂ ഇയർ ആഘോഷം ഓരോ വർഷം കഴിയുമ്പോഴും കൂടുതൽ ഗംഭീരമാക്കി മുന്നോട്ട് പോവുകയാണ്. മുസ്ലിം കുടുംബങ്ങളിലും മുസ്ലിം ചെറുപ്പക്കാരിലും അതിൻ്റെ സ്വാധീനങ്ങൾ ഉണ്ടാകുന്നു. ആഘോഷങ്ങളിൽ നല്ല പങ്കാളിത്തങ്ങൾ ഉണ്ടാകുന്നു എന്നത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട വിഷയമാണ്. ഡിസംബർ 31 ഒരു പ്രത്യേകത ജനുവരി 1 മതപരമായിട്ടില്ല. ഒരു പുതിയ വർഷത്തിന്, ഒരു പുതിയ മാസത്തിന് അതിനെന്തെങ്കിലും പ്രത്യേകതയോ എന്തെങ്കിലും ആഘോഷങ്ങളോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, ജീവിതം തന്നെ സെലിബ്രേഷനായി കാണുന്ന, ജീവിതം തന്നെ ആഘോഷമായി കാണുന്ന ഒരു പുതിയ തലമുറ ജനിച്ചു വരുന്നുണ്ട്. എല്ലാം ആഘോഷിക്കുക, എല്ലാം സെലിബ്രേറ്റ് ചെയ്യുക. എന്തൊരു ചെറിയ കാര്യമുണ്ട് എങ്കിലും ഉടനെ അതിൻ്റെ പേരിൽ ആഘോഷങ്ങൾ കൊണ്ടുവരുന്ന, അതിൻ്റെ പേരിൽ പാർട്ടികൾ നടത്തുന്ന, എവിടെ ഒരു സംഗീത അരങ്ങുകളുണ്ട് എങ്കിലും അവിടെ തുള്ളിച്ചാടുന്ന, ആർത്തുല്ലസിക്കുന്ന, ഇതാണ് ജീവിതം, ഇതാണ് ആഘോഷം എന്ന് കരുതുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ന്യൂ ഇയറിന് 100 കോടിയിലധികമാണ് നമ്മുടെ നാട് കുടിച്ചു തീർത്തത്. ഇത്തവണ എല്ലാ അങ്ങാടികളിലും DJ പാർട്ടികൾ, സംഗീതത്തിൻ്റെ അരങ്ങുകൾ തയ്യാറാക്കി സമുദായമടക്കം തുള്ളിച്ചാടുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങിയ മക്കൾ സുബഹി കഴിഞ്ഞിട്ടാണ് പല വീട്ടുകളിലേക്കും തിരിച്ചെത്തിയിട്ടുള്ളത്. സ്വാലിഹായ പാട്ടുകാർ കടന്നു വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദായം വിശ്വസിക്കുന്നത് ആ പാട്ടിന് കുഴപ്പമില്ല, ആ മ്യൂസിക്കിന് കുഴപ്പമില്ല. ആ മ്യൂസിക്കോട് കൂടെയുള്ള പാട്ടുകാരൻ പാടുന്നത് മക്കയെക്കുറിച്ചാണ്, മദീനയെക്കുറിച്ചാണ്, നല്ല നല്ല ആശയങ്ങളുള്ള പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ഉമ്മത്തിന്റെ പാട്ടുകാരാണ്. അങ്ങനെ ഒരു ഹലാലായ ഒരു മദ്യം അത് ഇസ്ലാമിലില്ല, ഹലാലായ ഒരു സംഗീതം ഇസ്ലാമിലില്ല. അതാര് നടത്തിയാലും, ഏതു പാർട്ടി നടത്തിയാലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൊട്ടിമുളച്ച ഒരു ആദർശമല്ല. ഇസ്ലാമിന് പ്രമാണങ്ങളുണ്ട്. ഇസ്ലാം പ്രപഞ്ചനാഥന്റെ ആദർശമാണ്. ഇതിലെ ഓരോ കാര്യങ്ങളും വഹ്യാണ്. ഏത് കാര്യത്തിനും ഖുർആനും ഹദീസും നോക്കണം എന്ന് പറയുന്നവർ പോലും സംഗീതത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം എന്തു പറയുന്നു അത് നോക്കുന്നില്ല. ഇമാം ഷാഫിയെ ഞങ്ങൾ പിൻപറ്റുന്നു എന്ന് പറയുന്നവർ സംഗീതത്തിന്റെ വിഷയത്തിൽ ഇമാം ഷാഫി എന്തു പറയുന്നു അത് നോക്കുന്നില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ സംഗീതത്തെക്കുറിച്ച് വളരെ ഗൗരവമേറിയ താക്കീതുകളുണ്ട്. ഇതൊന്നും നോക്കാതെ ഇസ്ലാമിന്റെ പാട്ടുകാരായി പലരെയും ചിത്രീകരിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമെന്നാണ്? ഇസ്ലാം പറയുന്നതും അത് തന്നെയാണ്, ഇത് ജീവിതമല്ല, ഇതല്ല ജീവിതം. സംഗീതവും ഈ നൃത്തവും ഈ തുള്ളലുമില്ല എങ്കിൽ എന്ത് ജീവിതമെന്ന് ചോദിക്കുന്നവരോട് ഇസ്ലാമിന് പറയാനുള്ളത് അത് തന്നെയാണ്, ഇതല്ല ജീവിതം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം ഹക്കാണ്. അല്ലാഹു പറയുന്നത് ഹക്കാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ചു കളയും. ഈ ദുനിയാവിന്റെ പാട്ടിന്റെ പിറകെ, ദുനിയാവിന്റെ തുള്ളലുകളുടെ പിറകെ, ഇതിന്റെ സുഖങ്ങളുടെ പിറകെ നിങ്ങൾ പോയാൽ, ഈ ദുനിയാവിന്റെ ആഘോഷങ്ങളുടെ പിറകെ നിങ്ങൾ പോയാൽ ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ചു കളയും. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, അത് ഹക്കാണ്, അത് പുലരാനുള്ളതാണ്. എന്നാൽ ഇന്ന് പല ആളുകളും അത് മറന്നുപോകുന്നു. ഇന്ന ഹൗലാഹി യുഹിബ്ബൂനൽ ആജില
ക്ഷണിതമായതിനെയാണ്, പെട്ടെന്ന് തീരുന്നതിനെയാണ് മനുഷ്യർ ഇഷ്ടപ്പെടുന്നത്. ദുനിയാവിന്റെ ചെറിയ ചെറിയ സുഖങ്ങൾ, ആ ചെറിയ സുഖങ്ങളെയാണ് മനുഷ്യർ അവരിഷ്ടപ്പെടുന്നത്. അതിന്റെ പിറകെയാണ് യുവാക്കൾ, അതിന്റെ പിറകെയാണ് ഭൂരിപക്ഷം ആളുകളും. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വയദറൂന വറാഅഹും യൗമൻ സഖീല, ഭാരമേറിയ ദിവസത്തിന്റെ കാര്യം അവർ മറക്കുന്നു. ഒരു പരലോകം വരാനുണ്ട്, എനിക്കൊരു മരണമുണ്ട്, ആളുകൾ എന്നെ ഖബറിലേക്ക് ഇറക്കി വെച്ച് അവർ തിരിച്ചു നടക്കുമ്പോൾ യസ്മഉ ഖർഅൻ ആലിഹിം, ആ തിരിച്ചു നടക്കുന്ന മനുഷ്യരുടെ ചെരുപ്പിന്റെ ശബ്ദം ആ ഖബറിൽ ഞാൻ കേൾക്കും, ആ ഖബറിൽ ഞാൻ ഒറ്റക്കാകും എന്നത് മനുഷ്യർ മറന്നുപോവുകയാണ്. ഖബറും പരലോകവും ഹിസാബും ജന്നത്തും നാറും ഇതെല്ലാം മറന്ന് ഒരൽപ്പനേരത്തെ സുഖത്തിന്റെ പിറകെ മനുഷ്യർ പോവുകയാണ്. പ്രിയമുള്ള സഹോദര, പ്രിയമുള്ള സഹോദരി, ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലുള്ള ആഘോഷത്തിന്റെ പിറകെയല്ല നമ്മൾ പോകേണ്ടത്. ഒരായുഷ്കാലം മുഴുവൻ നമുക്ക് പ്രാർത്ഥനകൾ ലഭിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് നമ്മുടെ അജണ്ടയാകണം. ഒരു 6 മണിക്കൂർ നേരത്തെ തുള്ളലുകളല്ല, ഒരു രാത്രിയിലെ ആഘോഷമല്ല, ഏതെങ്കിലും കുറഞ്ഞ നേരത്തെ ആനന്ദമല്ല. ഒരായുഷ്കാലം മുഴുവൻ നമുക്ക് പ്രാർത്ഥനകൾ ലഭിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് നമ്മുടെ അജണ്ടയാകണം, അത് നമ്മുടെ ലഹരിയാകണം, അത് നമ്മുടെ ആനന്ദമാകണം. ഒരു മനുഷ്യനെ ഖബറിലേക്ക് ഇറക്കി വെച്ച് എല്ലാവരും തിരിച്ചു നടക്കുമ്പോഴും വളരെ പ്രായമായ ഒരാൾ മാത്രം ആ ഖബറിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുടുംബക്കാർക്ക് അദ്ദേഹത്തെ പരിചയമില്ല, വേണ്ടപ്പെട്ടവർ മാത്രമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. കുടുംബക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ഉപ്പാൻ എങ്ങനെയാണ് പരിചയം? എങ്ങനെയാണ് ഉപ്പാനെ പരിചയം? എല്ലാവരും ആ തിരക്കുകൾ പറഞ്ഞ് ഖബറിന്റെ അരികിൽ നിന്നിങ്ങനെ ഓരോരുത്തര് പിരിഞ്ഞു പോയപ്പോഴും നിങ്ങൾ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, കോട്ടക്കലിൽ നിന്ന് ഒരു ബസ് യാത്രയിലാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത്. എന്നെ തൊട്ടടുത്തിരുന്നു, പരിചയപ്പെട്ടു. എല്ലാവരും മൊബൈലിൽ നോക്കിയിരിക്കുന്ന കാലത്ത്, എല്ലാവരും വാട്സപ്പിൽ തലതാഴ്ത്തി നിൽക്കുന്ന കാലത്ത് അടുത്തിരിക്കുന്ന ഒരു മനുഷ്യനോട് സംസാരിക്കുക എന്നുള്ളത് അത്ഭുതമാണ് ഈ കാലഘട്ടത്തിൽ. അദ്ദേഹം പരിചയപ്പെട്ടു, സംസാരിച്ചു. ജീവിതത്തിൽ ആദ്യമായി ആ മനുഷ്യൻ എനിക്ക് തൗഹീദ് പറഞ്ഞു തന്നു. ജീവിതത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ എന്നോട് അല്ലാഹുവിനെ പറ്റി പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെയാണ് തൗഹീദിലേക്ക് എത്തുന്നത്. അദ്ദേഹം മലപ്പുറത്താണ് ബസ് ഇറങ്ങിയത്. ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, എനിക്ക് ഇറങ്ങേണ്ടത് ഒതുക്കുങ്ങലാണ്, ഒരു അരമണിക്കൂർ മുന്നെയാണ്. ഞാൻ വീണ്ടും കുറച്ചു നേരം കൂടെ യാത്ര ചെയ്തത് നിങ്ങൾക്ക് അല്ലാഹുവിനെ പറ്റി പറഞ്ഞു തരാലോ എന്ന് കരുതിയിട്ടാണ്. അദ്ദേഹം മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോ ഈ ഖബറിനരികിൽ വന്ന് എനിക്ക് ദീനെത്തിച്ച ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. ജീവിതത്തിൽ ശിർക്കുള്ള ഒരു മനുഷ്യനെ, കയ്യിൽ ചരടുള്ള ഒരു മനുഷ്യനെ, അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു തേടുന്ന ഒരു മനുഷ്യന് തൗഹീദിന്റെ ആനന്ദം കൈമാറുമ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വല്ലാത്ത ഒരു വൈകാരികതയുണ്ട്. അത് നമ്മുടെ അജണ്ടയാകണം. കുട്ടി വിശന്ന് കരയുമ്പോഴും, മക്കൾ വിശന്ന് കരയുമ്പോഴും അഭിമാനം കൊണ്ട് ഒരാളോടൊരു 100 രൂപ ചോദിക്കാത്ത, കരയുന്ന മക്കളുടെ മുഖം നോക്കി നിസ്സഹായനായി നിന്ന ഒരാളെ 2 ദിവസം മുമ്പ് പരിചയപ്പെട്ടു. അഭിമാനം കൊണ്ടാണ് ഒരാൾ മുന്നിൽ കൈനീട്ടാത്തത്. അങ്ങനെയുള്ള വീടുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചാൽ, വിശക്കുന്നൊരു മനുഷ്യന് അന്നം നൽകിയാൽ അവരുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന പ്രാർത്ഥനയ്ക്ക്, പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ഒരു ആഘോഷങ്ങളിലും നമുക്ക് ലഭിക്കാത്ത ആനന്ദം അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ജീവിതത്തിൽ മറ്റൊന്നിനും നമുക്ക് നൽകാൻ കഴിയാത്ത
ആഹ്ലാദം നമുക്കതിലൂടെ നേടാൻ കഴിയും. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരാൾ എഴുതി ചോദിച്ചതാണ്, ഉപ്പാനെ കുളിപ്പിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇതാ ഇത്ര രൂപ അവർക്ക് സാലറി നൽകാം. എന്താണ്? അയാളെ പോറ്റി വളർത്തിയ ഉപ്പയെ കുളിപ്പിക്കണം. വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്, പിന്നെ വീട്ടിൽ പ്രായമായൊരു ഉപ്പയുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് കുളിപ്പിച്ചു തരാണെങ്കിൽ ഇത്ര രൂപ നൽകാന്നാണ്. അതിന്റെ കമന്റിൽ എന്താണെന്നറിയോ? തുരുതുരാ മനുഷ്യർ വന്നിട്ട് ചോദിക്കണം, എനിക്കും വേണം, എന്റെ വീട്ടിലുണ്ട് പ്രായമായൊരാൾ, എന്റെ വീട്ടിലുണ്ട് പ്രായമായൊരാൾ, ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ പറയണം, ഞങ്ങളൊക്കെ ഈ ആവശ്യക്കാരാണ്. എത്രയോ വീടുകളിലുണ്ട് തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ഉപ്പയും ഉമ്മയും. മക്കൾ കാനഡയിലാണ്, മക്കൾ യൂറോപ്പിലാണ്, അവർക്ക് ചിറക് വെച്ചു, അവര് പറന്നു. ഉപ്പയും ഉമ്മയും ഒറ്റക്കാണ്. ആ പ്രായമായവരുടെ അരികിൽ ചെന്ന് ഒന്ന് സംസാരിച്ചാൽ, നമ്മുടെ കുടുംബത്തിലെ പ്രായമായ ആ മനുഷ്യരുടെ അരികിൽ ചെന്നുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുത്താൽ, ഒരു രോഗിയെ പരിചരിച്ചാൽ, പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം ചെറുതല്ല. ഒരു ഡയാലിസിസ് സെന്റർ നടത്തുന്ന ഒരു വ്യക്തി, നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ആ സേവനം ഓരോ ദിവസത്തിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെങ്ങനെ നടന്നു പോകുന്നു എന്നതിന് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വലിയൊരു സാമ്പത്തികമായ ഉത്തരവാദിത്താണ്. പക്ഷെ ഒരു പ്രശ്നവുമില്ല, പടച്ചോന്റെ നേരെ കൈ ഉയർത്തും, പടപ്പുകളോട് ചോദിക്കും. ഇത് മുഴുവൻ നടന്നു പോകുന്നത് പടച്ചോന്റെ നേരെ ഞാൻ കൈ ഉയർത്തും, പടപ്പുകളോട് ചോദിക്കും. ഇന്നുവരെ പടച്ചോൻ കൈവിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാഘോഷത്തിനും നൽകാൻ കഴിയാത്ത ആനന്ദം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചാൽ, പ്രിയമുള്ളവരെ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്, ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് നമ്മൾ കാണും. ഒരു നന്മയും നമുക്ക് നഷ്ടമാവുകയില്ല. അത് നമ്മുടെ അജണ്ടയായി മാറണമെന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാത്തിലും ഇസ്ലാമു വേണം. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഖുർആന്റെ വിളിയാണ്, ഈമാനുള്ളവരെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണേ. നിസ്കാരത്തിന് മാത്രം ഇസ്ലാം, നോമ്പിന്റെ സമയത്ത് മുസ്ലിം, ഹജ്ജിന്റെ സമയത്ത് മുസ്ലിം, ആഘോഷങ്ങളിലോ? ആഘോഷങ്ങളിൽ ഇസ്ലാം ഇടപെടേണ്ടതില്ല. ആഘോഷം എന്റെ ഹവക്കനുസരിച്ച്, ആഘോഷം എന്റെ തോന്നലുകൾക്കനുസരിച്ച്, എന്റെ കുടുംബത്തിലെ കല്യാണം എന്റെ തോന്നലുകൾക്കനുസരിച്ച്, എന്റെ കുടുംബത്തിലെ പ്രോഗ്രാമുകൾ സമുദായത്തിനും നാട്ടുകാർക്കും ഒപ്പിച്ച്. ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യരെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങളുടെ ഏതു മേഖലകളിലും നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണേ. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, എന്നിട്ട് എന്താ പറഞ്ഞത്? ശൈത്താനെ നിങ്ങൾ പിന്തുടരരുത്. ശൈത്താൻ വരും, നമ്മളെ സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ പിശാചു വരും. അവന്റെ വഴികളിലേക്ക് നിങ്ങൾ പോകരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, വ്യക്തമായ നിങ്ങളുടെ ശത്രുവാണവൻ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഇത്തരം വിഷയങ്ങൾ നോക്കിക്കാണണം. അള്ളാഹു ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുന്ന നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും ഇസ്ലാമിനനുസരിച്ച് ക്രമീകരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഓരോ ദിവസത്തിലും നമുക്കുള്ള ഒരു ദൗത്യമുണ്ട്. ഇത് പുതിയ വർഷത്തിനു മാത്രമല്ല, ഒരു പുതിയ മാസം, ഒരു പുതിയ ദിവസം ഏതാകട്ടെ, ആ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ നമ്മളോട് പറയുന്നത് ഒറ്റ കാര്യമാണ്. രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ റസൂലുള്ളാഹി പറഞ്ഞു,
അൽഹംദുലില്ലാഹില്ലദീ ആഫാനി. ഒരു മുസ്ലിം പറയണം, അൽഹംദുലില്ലാ, പടച്ചോനെ നിനക്കാകുന്നു സ്തുതി, എനിക്ക് ആഫിയത്ത് നൽകിയ, എനിക്ക് ഈ ആരോഗ്യം നൽകിയ. ഫീ ജസദി, എന്റെ ശരീരത്തിന്. ആഫിയത്തില്ല എങ്കിൽ പരീക്ഷണമാണ്. അങ്ങനെ ഒരു പരീക്ഷണം പടച്ചോനെ നീ എനിക്ക് നൽകിയിട്ടില്ലല്ലോ. എത്രയോ മനുഷ്യരുണ്ട് അങ്ങനെ. വറദ്ദ അലയ്യ റൂഹി, എന്റെ റൂഹിനെ പടച്ചോനെ നീ എനിക്ക് തിരിച്ചു തന്നു. ഇന്നലെ രാത്രി മരണപ്പെട്ടവരുണ്ട്, ഉറക്കിൽ മരണപ്പെട്ട മനുഷ്യരുണ്ട്, പുതിയ പ്രഭാതം കാണാത്തവരുണ്ട്. പടച്ചോനെ നീ എനിക്ക് റൂഹിനെ തിരിച്ചു തന്നു. നിന്റെ കയ്യിലായിരുന്നു. ഒരു പുതിയ ദിവസം, ഒരു പുതിയ മാസം, ഒരു പുതിയ വർഷം ഇതെനിക്ക് കിട്ടിയിരിക്കുന്നു. എന്തിനാണ് ഈ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും? വഅദിനലി ബിദിക്രി, പടച്ചോനെ നിന്നെ ഓർക്കാൻ, ആഘോഷിക്കാനല്ല, ആഹ്ലാദിക്കാനല്ല, മത്തുപിടിച്ച് റോട്ടിലൂടെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തി വാഹനങ്ങളിലൂടെ കുതിച്ചുപായാനല്ല, മദ്യലഹരിയിൽ മതിമറക്കാനല്ല, അള്ളാനെ ഓർക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ. ഒരു ദിവസം കൂടെ പടച്ച റബ്ബേ എനിക്ക് കൂടുതൽ നീ നൽകിയല്ലോ, അള്ളാഹുവെ നിനക്ക് നന്ദി കാണിക്കുന്നു എന്ന് തീരുമാനിക്കാനാണ് ഒരു ദിവസം. നമുക്ക് തിരുത്താനാണ് ഓരോ ദിവസങ്ങളും നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കാനാണ്. പരലോകത്തെ ബാധിക്കുന്ന വല്ലതുണ്ടോ തിരുത്താം. എന്റെ പരലോകത്തെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ പടച്ചോനെ ഇതാ ഞാൻ ആലോചിക്കാണ്, ഞാനിതാ തിരുത്താണ്. ഒരാൾ മരിച്ചാൽ ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ വലിയൊരു ക്യൂ കാണാം മരിച്ച ആളെ കാണാൻ. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുഖം കൊടുത്തിട്ടില്ല, മരിച്ചിട്ട് മുഖം കാണാൻ കാത്തു നിൽക്കാൻ. ജീവിച്ചിരിക്കുമ്പോ പരസ്പരം നോക്കൂ, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒന്ന് പുഞ്ചിരിക്കൂ, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒന്ന് സ്നേഹിക്കൂ. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരാളെയും പരിഗണിക്കാതെ, ഒരു മനുഷ്യനും നോക്കാതെ അങ്ങനെ ഒരു അയൽവാസി ഉണ്ടായിരുന്നോ, അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു? ഇതൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞിട്ട് ആളുകളെ കാണാ, അത് വലിയൊരു ചടങ്ങായിട്ട് ഇങ്ങനെ നടക്കാൻ. കൂടെ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ സ്നേഹിക്കാനും നോക്കാനും പുഞ്ചിരിക്കാനും അങ്ങനെ ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, പരസ്പരം സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. നമ്മുടെ വീട്ടിൽ തന്നെ സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ മൊബൈലിനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, മൊബൈലാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപ്പ വീട്ടിലേക്ക് കയറി വരുന്നത് തന്നെ മൊബൈൽ നോക്കിയിട്ടാണ്. ബെല്ലടിച്ച് കയ്യിലാ മൊബൈലും പിടിച്ച് അയാൾ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന് റൂമിലേക്ക് പോകുന്നു. അതൊന്ന് പോക്കറ്റിൽ എടുത്തു വെച്ച് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ മൊബൈൽ ഒന്ന് എടുത്തു വെച്ച് വീട്ടിലേക്ക് സലാം പറഞ്ഞ് മക്കളുടെ കൂടെ ഇരുന്ന് മക്കളെ ഒന്ന് ചുംബിച്ച് ഭാര്യയോടൊന്ന് സലാം പറഞ്ഞ് അങ്ങനെ നമ്മൾ റിയാലിറ്റിയിലേക്ക് ഇറങ്ങണം, നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങണം, അവരുടെ കൂടെ നമ്മൾ ജീവിക്കണം. നമ്മളൊരു സാങ്കല്പിക ലോകത്ത് കഴിഞ്ഞു പോയാൽ പോരാ. അങ്ങനെ ചില തിരുത്തലുകൾ, അങ്ങനെ ചില ആലോചനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പള്ളിയിലേക്ക് വരുമ്പോൾ പോലും മൊബൈലാണ്. എന്തിനാണ് പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു മൊബൈൽ? വീട്ടിൽ നിന്ന് നടന്നു വരുന്ന തൊട്ടടുത്ത് വീടുള്ളവർ അതവിടെ വെച്ച് ഇനി ഇബാദത്തിന്റെ സമയമാണ്. സൃഷ്ടികളിൽ നിന്നൊക്കെ എന്റെ ബന്ധം മാറ്റി, മറ്റുള്ളവരിൽ നിന്നൊക്കെ എന്റെ ബന്ധം മാറ്റി ഞാനിതാ എന്റെ റബ്ബുമായുള്ള മുനാജാത്തിലേക്കാണ് വരുന്നത്. യാത്രക്കാരുണ്ടാകും, മൊബൈൽ എപ്പോഴും കൊണ്ട് നടക്കുന്നവരുണ്ടാകും. പക്ഷെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുമ്പോ ആ മൊബൈലും പോക്കറ്റിലിട്ട് വെച്ച് വരേണ്ട എന്താവശ്യമാണ് നമുക്കുള്ളത്? നമസ്കാരം അള്ളാഹുവിനുള്ള സമയമാണ്. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ മൊബൈൽ എടുക്കണം, എന്നിട്ട് വാട്സപ്പ് നോക്കണം. ഏതെങ്കിലും മനുഷ്യന്മാരെന്നോട് മിണ്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും മനുഷ്യന്മാരെന്നോട് സംസാരിച്ചിട്ടുണ്ടോ? പ്രാർത്ഥന കേൾക്കുന്നൊരു റബ്ബുണ്ട്. ആ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കാൻ, റബ്ബിനോടൊന്ന് ദിക്റ് ചൊല്ലാൻ, ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ, ഇതിനൊന്നും നമുക്ക് സമയമില്ല. അങ്ങനെ ചില എഡിറ്റിങ്ങുകൾ ഒന്ന് ആലോചിക്കാൻ, പുതിയ ചിന്തകൾക്ക് പുതിയ വർഷം കാരണമാക്കണം. അങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട വിഷയങ്ങൾ ആലോചിച്ച് അങ്ങനെ ക്രമീകരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.